ലച്ചു എങ്ങനെയൊക്കെ ഒളിപ്പിച്ചു വെച്ചാലും എല്ലാം മറയും നീക്കി സത്യം ഒരിക്കൽ പുറത്തു വരും. സഞ്ജുവാണ് ലച്ചുവിൻ്റെ കഴുത്തിൽ താലി ചാർത്തിയതെന്ന് അവളുടെ നാവിൻ തന്നെ എനിക്ക് കേൾക്കണം. എന്താ ഡോക്ടർ ഇത്രയും വലിയ ആലോചന? തന്റെ ചേച്ചിയുടെ വിവാഹത്തിന് ഇനി ഒരു നാളല്ലേ ബാക്കിയുള്ളൂ. അതിന്റെ ആലോചനയാണെന്ന് കൂട്ടിക്കോളൂ. അതെന്തായാലും നന്നായി. എല്ലാ അവസരത്തിലും ഡോക്ടർ കൂടെ ഉണ്ടാവുന്ന തോന്നൽ ഞങ്ങൾക്കൊരു ധൈര്യം. ദക്ഷയുടെ കാര്യം ആലോചിച്ചിട്ടാണെങ്കിൽ ഇനി അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. അക്കാര്യം ഈ ലക്ഷ്മി ഏറ്റു. എന്താ അത് തന്നെയാണോ ഡോക്ടർ ആലോചിച്ചത്? ഏയ്, ലച്ചു കൂടെയുള്ളപ്പോ ദക്ഷയല്ല, ദക്ഷയെക്കാളും വലിയ ശത്രു വന്നാലും ലച്ചുവിന്റെ മുൻപിൽ നിഷ്പ്രഭരായി തീരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ ഞാൻ അതൊന്നുമല്ല ആലോചിച്ചത്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കാൻ കഴിയുമോ? ബന്ധുക്കളായ എല്ലാവരെയും ക്ഷണിക്കണ്ടേ? ദൂരത്തുനിന്ന് വരുന്നവർക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാൻ കഴിയുമോ? ഡോക്ടർക്ക് ഇപ്പൊ എന്താ അങ്ങനെ ഒരു സംശയം? എന്തായാലും ഒരുപാട് പേരെയൊന്നും വിളിക്കുന്നില്ലെന്ന് അച്ഛൻ പറഞ്ഞത്. ചേച്ചി ബന്ധുക്കളായി കണക്കാക്കിയിരിക്കുന്നത് ഈ മനയിലുള്ള ആൾക്കാരെ മാത്രം. തിരുമേനി മുത്തശ്ശനും നിങ്ങൾ ജ്യേഷ്ഠ സഹോദരനാണെന്നാ ചേച്ചി പറയുന്നത്. ആ, അത് നന്നായി. ആ കുട്ടിക്ക് അങ്ങനെ തോന്നിയല്ലോ. ഇനി പറയ്, തന്റെ മനസ്സിൽ ഞങ്ങൾക്ക് കൽപ്പിച്ചിരിക്കുന്ന സ്ഥാനം എന്താ? എന്റെ ചേച്ചിയുടെ ബന്ധുക്കളാവുമ്പോ എന്തായാലും എനിക്ക് അന്യരാവില്ലല്ലോ. മറുപടിയൊക്കെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ കൈവശമുണ്ടല്ലോ. ലച്ചുവിന്റെ ജീവിത അഭിലാഷമാണല്ലോ തന്റെ ചേച്ചിയുടെ വിവാഹം. അപ്പോ എന്തായാലും തന്റെ വേണ്ടപ്പെട്ടവരും ബന്ധുക്കളൊക്കെ ഉണ്ടാവുമല്ലോ ഈ വിവാഹത്തിന്. എനിക്ക് വേണ്ടപ്പെട്ട ബന്ധുക്കളൊക്കെ ഇപ്പൊ മംഗലശ്ശേരിയിലുള്ളവരും പിന്നെ അച്ഛനും അമ്മയും ചേച്ചിയും ഇവിടെയുള്ളവരും ഒക്കെ. ലച്ചു, തന്റെ ജീവിതത്തിൽ തനിക്ക് വേണ്ടപ്പെട്ടവരായി ഇവരൊക്കെ മാത്രമേ ഉള്ളോ? ലച്ചുവിന്റെ കഴുത്തിൽ താലി ചാർത്തിയ തന്റെ ഭർത്താവിനെ ക്ഷണിക്കുന്നില്ലേ തന്റെ ചേച്ചിയുടെ വിവാഹത്തിന്? ഉറപ്പായിട്ടും ആള് വരുന്ന എന്റെ പ്രതീക്ഷ. വന്നു കഴിഞ്ഞാ എനിക്കൊന്ന് പരിചയപ്പെടണം. എന്നിട്ട് ലച്ചു ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്തായാലും അതുണ്ടാവില്ല. ഈ വിവാഹത്തിന് അദ്ദേഹത്തെ ക്ഷണിക്കാൻ എനിക്കാവില്ല. എത്ര സമർത്ഥമായിട്ടാ ലച്ചു കാര്യങ്ങളെ വഴിതിരിച്ചു വിടുന്നത്. അല്ലെങ്കിൽ തന്നെ അദ്ദേഹവുമായി എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ജീവിതത്തിൽ ഇനി ഞങ്ങൾ ഒരുമിക്കാനും പോകുന്നില്ല. ലച്ചുവിന് അങ്ങനെ ഒരു വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ പിന്നെന്തിനാ അദ്ദേഹം ചാർത്തി തന്ന ഈ താലിയുമായിട്ട് ജീവിക്കുന്നേ? അദ്ദേഹത്തിന്റെ വഴിക്ക് വിട്ടൂടെ? ഒരുപക്ഷെ അദ്ദേഹത്തിന് മറ്റൊരു വിവാഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ തന്നെ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ലച്ചുവല്ലേ? അദ്ദേഹത്തിന് ഇനിയൊരു വിവാഹ ജീവിതം വേണമെങ്കിൽ ആദ്യം നിങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സ് നടക്കണ്ടേ? അങ്ങനെയൊന്നും നടക്കാത്തിടത്തോളം കാലം അദ്ദേഹത്തിന്റെ രണ്ടാം വിവാഹത്തിന് നിയമസാധുത ഉണ്ടാവില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ ശ്രമിച്ചാലോ, അവകാശങ്ങൾ നേടിയെടുക്കാനായി ചെന്നാലോ അല്ലേ ഡിവോഴ്സിന്റെ ആവശ്യം വരുന്നുള്ളൂ. എന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവാനേ പോകുന്നില്ല. അതെനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ മുമ്പ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഡോക്ടർ മറന്നുപോയോ? എങ്കിൽ ഒന്നുകൂടി കേട്ടോ. എനിക്ക് പുനർജന്മം തന്ന ദൈവത്തിനെ ഞാൻ എങ്ങനെയാ മോഹിക്കുന്നത്? അത് വലിയ അപരാധാവല്ലേ ഡോക്ടറെ? ദൈവത്തെ നമ്മള് ആരാധിക്കാൻ മാത്രമല്ലേ പാടുള്ളൂ.
ലച്ചുവിനെ കാണാനാ ശാസ്ത്രികൾ വന്നിരിക്കുന്നത്. എനിക്കിപ്പോഴും വിശ്വസിക്കാനേ കഴിയുന്നില്ല. ശാസ്ത്രികളെ പോലെ ഒരാളെന്തിനെ എന്നെ കാണാൻ വരുന്നത്, അത് ഇത്രയും ദൂരത്തേക്ക്? അതിനുള്ള ഉത്തരം ലച്ചുവിന് തരാൻ ആ ഇരിക്കുന്ന മനുഷ്യനെ കഴിയൂ. എനിക്ക് കഴിയില്ല. ചെല്ല്, ഞാൻ നിൽക്കുന്നില്ല. ഓം നമഃ ശിവായ. ഞാന് കുട്ടിയെ കാണാനാ ഇങ്ങോട്ട് വന്നത്. ശാസ്ത്രികൾ എന്നെ കാണാനോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശ്രീദേവിയുടെ മകന്റെ കല്യാണം ഞാൻ കുറിച്ച മുഹൂർത്തത്തിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിച്ചതാ. പക്ഷേ എന്റെ ആ പ്രവചനം എന്തോ തെറ്റി. കുട്ടിക്കെല്ലാം അറിയാവുന്നതല്ലേ. വീണ്ടും അങ്ങ് കുറിച്ച മുഹൂർത്തത്തില് വിവാഹം നടക്കില്ലേ? അതിനു മുമ്പ് എന്തുകൊണ്ടാണ് അന്ന് ആ കല്യാണം പെരുവണ്ണാപുരത്തമ്മ തടഞ്ഞതെന്ന് കുട്ടി മനസ്സിലാക്കണം. സഞ്ജു ആദ്യം താലി കെട്ടിയത് കുട്ടിയുടെ കഴുത്തില. അത് പെരുവണ്ണാപുരത്തമ്മയുടെ ഇംഗിതമായിരുന്നു. മുഹൂർത്ത സമയത്ത് 2 പെൺകുട്ടികളുടെ കഴുത്തിൽ സഞ്ജുവിന് താലി കെട്ടാൻ കഴിയാതിരുന്നത് കുട്ടിയുടെ കഴുത്തിൽ അവൻ ദേവിയെ സാക്ഷി നിർത്തി കെട്ടിയ ഈ താലി കിടന്നതുകൊണ്ടാണ്. കുട്ടിയുടെ കഴുത്തിൽ ദേവീ കടാക്ഷമുള്ള ഈ താലി കിടക്കുന്ന കാലത്തോളം സ്വാതി എന്നല്ല ഒരു പെണ്ണിന്റെ കഴുത്തിലും സഞ്ജുവിന് താലി കെട്ടാനാവില്ല. അരുതേ, അങ്ങനെ സംഭവിക്കരുത്. ഞാൻ ജീവിക്കുന്നത് പോലും ചേച്ചിയുടെ അദ്ദേഹത്തിന്റെ വിവാഹം നടന്നു കാണാനാ. എന്റെ കഴുത്തിൽ അദ്ദേഹം താലി കെട്ടിയെങ്കിലും ഞാൻ അദ്ദേഹത്തെ ഭർത്താവായിട്ട് ഈ നിമിഷം വരെ കണ്ടിട്ടില്ല. അദ്ദേഹം ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടുന്ന നിമിഷമായിരിക്കും എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. പരമശിവനും ശ്രീപാർവതിയും പോലെ എനിക്കവര് 2 പേരും. ഞാൻ ചെയ്യുന്ന തപസ് അവരുടെ കല്യാണം. എന്റെ കണ്ണുകൾ കൊണ്ട് എനിക്കത് കാണണം. അതിനെനിക്ക് സാധിച്ചില്ലെങ്കിൽ ഞാൻ ജീവിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ലാതായി പോവും. അവരുടെ കല്യാണം നടക്കണം. ഞാൻ ഈ താലി അണിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ മോഹിച്ചല്ലെന്ന് അങ്ങേക്കറിയില്ലേ? അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനാണെന്ന് അങ്ങ് തന്നെ എന്നോട് പറഞ്ഞത്. ഒരിക്കൽ താലിമാല കുളത്തിൽ വീണപ്പോ ഞാൻ വല്ലാതെ ഭയന്നു പോയി. അതെനിക്ക് തിരിച്ചു കിട്ടിയപ്പോഴാ മനസ്സിന് ആശ്വാസമായത്. ഇനി ഞാൻ ഈ താലിമാല അടിച്ചാൽ അവരുടെ വിവാഹം നടക്കുള്ളൂ എങ്കിൽ ഞാനത് ചെയ്യും. മഹാദേവന്റെ മുന്നിൽ വെച്ച് ഞാനത് ചെയ്യാം. അരുത്. കുട്ടിയായിട്ട് ആ താലിമാല അഴിച്ചു മാറ്റാൻ പാടില്ല. അത് ദേവി പൊറുക്കില്ല. സർവനാശമായിരിക്കും ഫലം. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഈ വിവാഹം നടന്ന് കണ്ടേ പറ്റൂ. പരിഹാരമായി ചെയ്തതിലൊന്നും ദേവി തൃപ്തയല്ല. സഞ്ജുവിന് മനസ്സുകൊണ്ട് കുട്ടി ആഗ്രഹിക്കാത്ത നിലയ്ക്ക് കുട്ടിയുടെ പ്രാർത്ഥന ദേവിക്ക് കേൾക്കാതിരിക്കാനാവില്ല. കല്യാണ ദിവസം രാവിലെ കുട്ടി പെരുവണ്ണാപുരത്തമ്മയുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കണം. ഉള്ളിന്റെ ഉള്ളിൽ ഒരു നിമിഷത്തേക്ക് കുട്ടി സഞ്ജുവിനെ ഭർത്താവായി മോഹിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ പ്രാർത്ഥന ദേവി കേൾക്കില്ല. മറിച്ചാണെങ്കിൽ ദേവി ഒരു പരിഹാരം കുട്ടിക്ക് അവിടെ വെച്ച് തന്നെ കാണിച്ചു തരും.
ഗോവിന്ദന്റെ സംശയത്തിനൊരു മറുപടി പറഞ്ഞില്ല. അതങ്ങനെ ഒരു മറുപടി പറയേണ്ട വിഷയമാണോ? എനിക്കതറിയാം. ഗോവിന്ദ് ഒരു ഡോക്ടർ എന്നതിലുപരി എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ലക്ഷ്മി ഒരു വിവാഹം കഴിഞ്ഞവള്. ഇവിടെ എല്ലാവർക്കും ആ വിവരം അറിയാം. നിങ്ങൾ തമ്മിലുള്ള അടുപ്പം കണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്ക് ലച്ചുവിനെ ഇഷ്ടമാണ്. എന്തിന് ഞാനത് സഞ്ജുവിനോട് മറച്ചു വെക്കണം? പക്ഷേ എല്ലാ ഇഷ്ടങ്ങളും വിവാഹത്തിൽ ചെന്ന് നിൽക്കണമെന്നില്ല. ഇനി ഞാൻ സഞ്ജുവിനോടൊന്ന് ചോദിക്കട്ടെ. ലച്ചു എത്രയോ കാലമായി നിങ്ങളുടെ കൂടെയുണ്ട്. അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് ആരാണെന്ന് നിങ്ങളാരും അന്വേഷിച്ചറിയാൻ ശ്രമിച്ചില്ലേ? അവളത് പറയില്ല ഗോവിന്ദ. അവൾ ജീവനെ പോലെ സ്നേഹിക്കുന്ന സ്വാതിയോട് പോലും. ചോദിച്ചാൽ ആ മനുഷ്യൻ ദൈവമാണെന്ന് അവൾ പറയൂ. നിർബന്ധിച്ച കരയും. അതവൾക്ക് കള്ളം പറയാൻ അറിയാഞ്ഞിട്ടാ. ആ കരച്ചില് കാണാൻ കഴിയാതെ സ്വാതി ഒടുവിൽ ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. അവളുടെ അജ്ഞാതനായ ആ ഭർത്താവ് ആരാന്ന് അറിയാത്തതുകൊണ്ടാണ് ഗോവിന്ദിന് അവളോടുള്ള ഇഷ്ടം വിവാഹത്തെ കൊണ്ട് മുട്ടിക്കാൻ കഴിയാത്തതെന്ന് ഞാൻ കരുതുന്നു. അത് സത്യമല്ലേ സഞ്ജു? സത്യങ്ങളിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാനാവില്ല. അവളത് പറയാനും കൂട്ടാക്കുന്നില്ല. ലക്ഷ്മിക്ക് പറയാൻ കഴിയാത്തത് എനിക്ക് പറയാൻ കഴിയും. അവള് ദൈവത്തെ പോലെ കരുതുന്ന, പുറത്ത് അവളായി ആരോടും പറയാൻ കൂട്ടാക്കാത്ത ആ മനുഷ്യൻ, അത് ഞാൻ തന്നെയാ. ഗോവിന്ദിനിത് തമാശയായിട്ട് തോന്നും. പക്ഷേ സത്യോ, എന്തിന് ഞാനത് ചെയ്തെന്ന് കൂടി ഗോവിന്ദ് അറിയണം. എനിക്കത് മനസ്സിലാവും. ആ സാഹചര്യം എനിക്ക് നന്നായിട്ട് അറിയാം. സഞ്ജു അന്നത് ചെയ്തില്ലെങ്കിൽ ഇന്നവള് ജീവനോടുണ്ടാവില്ലായിരുന്നു. ലച്ചു എങ്ങനെ സ്വാതിയുടെ അരികിൽ വന്നു എന്ന് സ്വാതി തന്നെ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് ദൈവനിയോഗം എന്നല്ലാതെ എന്തു പറയാനാ? ഗോവിന്ദിനെന്താ ഞാനിത് പറഞ്ഞിട്ടൊരു ഞെട്ടലോ വിശ്വാസക്കുറവോ ഇല്ലാത്തത്? ഒരു പുഴയ്ക്കപ്പുറമല്ലേ പെരുവണ്ണപുരം. നമുക്കൊരാളുടെ ഇഷ്ടം തോന്നിയാൽ അയാളെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ്. ഇന്നലെയാണ് ലച്ചുനെ രക്ഷിച്ച അവളുടെ ദൈവം ആരാണെന്ന് ഞാൻ അറിഞ്ഞത്. എന്നിട്ട് ഗോവിന്ദ് അത് അവളോട് പറഞ്ഞോ? അത് ഞാൻ പറയില്ല എന്ന് സഞ്ജുന് അറിയില്ലേ? പിന്നെ അവൾ ഈ മനയിൽ നിൽക്കില്ല. എന്റെ സ്വാതിയുടെ വിവാഹം കഴിഞ്ഞ പിന്നെ അവള് ഞങ്ങളെയൊക്കെ വിട്ട് എവിടേക്കെങ്കിലും പോവും. ആ വേദന മനസ്സിലിരുന്ന് വിങ്ങിയിട്ടാ ഞാൻ ഗോവിന്ദിനെ കാണാൻ വന്നത്. ഗോവിന്ദിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം. ഒരു ജോലിയാണ് അവൾ ആഗ്രഹിക്കുക. എന്റെ ഒരു സഹായത്തിന് അവൾ നിൽക്കില്ല. ഒരു തുളസി ദളമാണ് ലക്ഷ്മി. അത് ചന്ദനത്തിലൂടെ ചേരാവൂ. ആ ചന്ദനം ഗോവിന്ദാണെങ്കിൽ അതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് വേറെയില്ല.
എന്നിപ്പോ പ്രതീക്ഷിച്ചില്ലല്ലേ? സത്യമായിട്ടും ഇല്ല. വരുന്ന വിവരം സഞ്ജു പറഞ്ഞതുമില്ല. ഇരിക്കെ. എന്ത് മണ്ടത്തര നീ കാണിച്ചത്? കൂടെ ആരും ഇല്ലാതെയാണോ നടക്കാൻ പരിശീലിക്കുന്നത്? ഞാൻ വീണ താങ്ങാൻ ഈ കൈകളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. എന്നും ഈ കൈകളുണ്ടായിരുന്നു. നീ അത് മനഃപൂർവ്വം അകറ്റി നിർത്തിയതല്ലേ? സഞ്ജുവിന് എന്നോടുള്ള സ്നേഹം ഞാൻ അറിയാതെ പോയതല്ല. പക്ഷെ സഞ്ജു ജീവനെടുക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കാതെ പോയി. സഞ്ജുവായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചപ്പോൾ ഞാൻ കരുതിയത് അത് നടക്കുമെന്നായിരുന്നു. സഞ്ജു അവിടെ വെച്ച് മരിക്കുമെന്ന് അമ്മ പറഞ്ഞപ്പോ അവൾ എന്നെ ഇറക്കി വിടാൻ പറയുന്നതായി ഞാൻ കരുതി. നിന്റെ പിടിവാശി എന്നെ തകർത്ത് കളഞ്ഞത്. ഇനിയും അതോർത്ത് വിഷമിക്കണ്ട. സ്വർണം ഉരുകി ഉരുകിയല്ലേ മാറ്റുകൂടുന്ന നമ്മുടെ പ്രണയവും അങ്ങനെ പത്തരം മാറ്റായതാ. ഇനി സഞ്ജു ഇല്ലാതെ എനിക്കൊരു നിമിഷം പോലും ഇല്ല. ഭൂമിയില് എന്നോളം ശപിക്കപ്പെട്ട പെണ്ണ് വേറെ ഇല്ലെന്ന് എത്രയോ രാത്രികളിൽ ഞാൻ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നു, എന്നോളം ഭാഗ്യം ചെയ്ത പെണ്ണ് ഈ ഭൂമിയിൽ മറ്റാരുമില്ല. അമ്മ എനിക്ക് ജീവിതവും സഞ്ജുവിനെയും തിരിച്ചു തന്നത്. അവളുടെ കണ്ണീരിന് മുമ്പിൽ എല്ലാം മറന്ന് ഞാൻ വരാതിരുന്നെങ്കിൽ ഇതുപോലെ ഞാൻ നടന്നതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? ഇനി അതെല്ലാം മറന്നേക്കേ. നാളെ ഈ സമയം നമ്മൾ ഒരുമിച്ചുണ്ടാവും മംഗലശ്ശേരിയില്. ഈ കഴുത്തിൽ എന്റെ പ്രണയമുദ്രയും ഉണ്ടാവും. ഇതൊരു സ്വപ്നമാണെന്ന് പോലും എനിക്കിപ്പോ തോന്നിപ്പോവുക. ഇന്ന് എത്ര വട്ടമാണെന്നോ ഞാൻ എന്റെ കൈത്തണ്ടയിൽ നുള്ളി നോക്കിയത്. സഞ്ജു വരുന്നതിന് മുമ്പ് ഞാൻ നടക്കാൻ ശ്രമിച്ചതും എന്നെ സ്വയം വിശ്വസിപ്പിക്കാൻ വേണ്ടിയാ. നിങ്ങള് ചന്ദ്രകാന്തത്തിലേക്ക് ഇന്ന് പോകുന്ന മംഗലശ്ശേരിയിൽ എല്ലാവരും വിചാരിച്ചത്. തിരുമേനിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന എന്റെ ആഗ്രഹം. എനിക്ക് പുനർജന്മം കിട്ടിയത് ഇവിടെ വെച്ചല്ലേ? അപ്പൊ ഇത് തന്നെ എന്റെ വീട്. ഇവിടെ നിന്ന് വേണം ഞാൻ കതിർമണ്ഡപത്തിലേക്ക് വരാൻ. ശരിയല്ലേ സഞ്ജു? അതെ. ജീവിതത്തിൽ ഒരിക്കലും മൂസ് തിരുമേനിയും ഗോവിന്ദനെയും നമുക്ക് മറക്കാനാവില്ല. നിനക്ക് മാത്രമല്ല, എനിക്കും പുനർജന്മം തന്നത് ഈ മനയാ. അച്ഛൻ ഫോണിലൂടെ കുറച്ചുപേരെ ക്ഷണിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടുകാരായി വരുന്നത് ഇവിടെ ഉള്ളവരാ. ഈ മനയുമായി എന്നും എനിക്കൊരു ആത്മബന്ധം ഉണ്ടാവും. നിന്റെ ആഗ്രഹം സാധിക്കാനാ എന്റെയും പ്രാർത്ഥന.